ഹലോ മൈ ഡിയേഴ്സ്, ഒരു അടിപൊളി നെല്ലിക്ക അച്ചാർ ആയാലോ? കുറച്ച് സമയം എടുക്കത്തുള്ളൂ, എൻ്റെ അമ്മമ്മ കാണിച്ചു തരും. നെല്ലിക്ക കഴുകി ഇഡലി കൂട്ടത്തിൻ്റെ തട്ടിലിട്ട് ഇച്ചിരി ഉപ്പും കൂടിട്ട് വേവിക്കണം. 5 മിനിറ്റ് വേവിക്കണം. വേവിച്ച് ആ ആവി പോകുന്ന വരെ അടച്ചു വെച്ചേക്കണം. ആറ് നിറഞ്ഞ എടുത്ത് ഇതുപോലെ കണ്ടിച്ച് ഇതുപോലെ അന്നേരം ഇതുപോലെ ചെറുതായിട്ട് മുറിക്കണം. ഇച്ചിരി വലുതായിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പല. വെളുത്തുള്ളി എത്ര എണ്ണം? വെളുത്തുള്ളി അവരവരുടെ ഇഷ്ടത്തിന് ആവശ്യത്തിന്. എന്നാലും ഒരു ഇതിനകത്ത് എത്ര എടുത്ത്? ഇതിനകത്ത് 5-6 അല്ലി, ഇത്രയും 5-6 അല്ലി വെളുത്തുള്ളി എടുത്തു. ഇഞ്ചി ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്ത് കൊത്തി അരിഞ്ഞ് വെളുത്തുള്ളി കണ്ടിച്ച് കരിയാപ്പല് എടുത്ത് വെച്ചിട്ട് കടുക് വറുക്കണം. ഇനി നല്ലെണ്ണ ഒഴിച്ച് കടുക് വറുക്കാനാണ് പോകുന്നത് അല്ലേ? കരിയാപ്പല ഇട്ടു, കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടു അല്ലേ? നന്നായിട്ട് ബ്രൗൺ ആവണം. അമ്മൂമ്മയ്ക്ക് ആരാ പഠിപ്പിച്ചു തന്നെ നെല്ലിക്ക ഉണ്ടാക്കാൻ? ആരാ പഠിപ്പിച്ച്? എന്നെ ആരും പഠിപ്പിച്ചല്ല, ഞാൻ ഇതൊക്കെ ഓരോന്നും കണ്ട്. 3 സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയാണ്. 1 സ്പൂൺ എരി ഉള്ളതും 2 സ്പൂൺ എരി ഇല്ലാത്തതും ഇട്ട് കടുക് വറുക്കുന്ന ഇതിനകത്തിട്ട് ഒന്ന് ഇളക്കണം. പൊടിയും കൂടെ അതിൻ്റെ കൂടിട്ട് ഇളക്കണം. കായപ്പൊടി എത്ര ഇടണം? അത് ആവശ്യത്തിന്. ചിലർക്ക് ഒരുപാട് വേണമെന്നുണ്ട്, ചിലർക്ക് ഒരു 1/2 സ്പൂൺ അല്ലേ? ഇതാണ്ട് വെള്ളം ഒഴിക്കണം. ചൂടാക്കി കായപ്പൊടിയും വെള്ളം ഒഴിച്ചു. ചൂടുവെള്ളം ഒഴിക്കണം, തിളച്ചാറിയ വെള്ളം. ഇനി ഇതിനകത്തും കുറച്ച് ഉപ്പിടും. ശകലം വിട്ടാം, മറ്റേ പൊടിയില്ലെങ്കിലും. കുറച്ച് ഉപ്പ് ഇതിനകത്ത് ഇട്ടു. ഇതിലെ എണ്ണ ഇങ്ങനെ പൊങ്ങി വരണോ? ഒന്ന് കൊഴുക്കണം. മുളക് പൊടി ഒന്ന് കൊഴുത്ത് ഒരു മണമൊക്കെ ഉണ്ട്. ഇനി ഇത് കഴിഞ്ഞു, ഇനി എടുക്കുവാണോ? ഇനി നെല്ലിക്കായ ഇടണം അതിനകത്ത്. നെല്ലിക്കായ ഇതിനകത്ത് ശകല വാവി പോയി കഴിയുന്നുണ്ടെങ്കിൽ നെല്ലിക്കായ ഇട്ട്. ഇത് ചാറ് വേണ്ടേ? ചാറ് വേണമെങ്കിൽ ഇച്ചിരി കൂടെ വെള്ളം വെക്കണം. ഇത് ചാറില്ലാതെ. ഇത് ചാറില്ലാതെ. ഇത് ഇരിക്കുന്നുണ്ട് ശകലം ചാറാണ്. ഇത് സൂക്ഷിക്കാമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഒത്തിരി നാള്. എന്നാലും ഏകദേശം എത്ര ദിവസം? 2 മാസമെങ്കിലും വെച്ചേക്കാം. 2 മാസത്തേക്ക് ഇരിക്കും. വെളിച്ചെണ്ണയിലായിരുന്നെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന വെളിച്ചെണ്ണയിലാന്നേലും ഇരിക്കും. 2 ദിവസം നിൽക്കും. വെളിച്ചെണ്ണ പൂക്കത്തില്ല. ഫ്രിഡ്ജിൽ വെച്ചിരുന്ന പൂക്കത്തില്ല. അപ്പൊ ഇതിന് ഫ്രിഡ്ജിൽ വെക്കണ്ടല്ലോ, നല്ലെണ്ണയിലല്ലേ? നല്ലെണ്ണ ഫ്രിഡ്ജിൽ വെച്ചില്ലേലും കുഴപ്പമില്ല. പിന്നെ കുറച്ചാവുന്നുണ്ടെ എടുത്തെടുത്തിരിക്കുവാണെന്നെങ്കിൽ പൂക്കും. നോക്കിയാട്ട് കായപ്പൊടിയോ വല്ലതും ഉണ്ടോ? ഇത് തൊട്ട് നോക്കിയാൽ പറ്റും. എരിവുണ്ടോ? കൊള്ളാവോ? കായപ്പൊടി ഇച്ചിരി വേണം. എല്ലാം കൊള്ളാം. കായപ്പൊടി ഉണ്ടോ? ഉണ്ട്, നന്നായിട്ടുണ്ട്. കായപ്പൊടിയുടെ മണവും കൂടെ ഉണ്ട്. മണം കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഇടണം അല്ലേ? രുചി കായപ്പൊടി ഇച്ചിരി വേണമെങ്കിൽ ചേർക്കാം. മാങ്ങായുടെ കൂട്ട് നെല്ലിക്കായ്ക്ക് ചാറ് വേണ്ട. നെല്ലിക്ക അച്ചാറ് റെഡി. നെല്ലിക്ക അച്ചാർ അമ്മൂമ്മയ്ക്ക് ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണ്. ഇതിനെക്കാട്ടി ഒന്നുകൂടെ രുചിയുള്ളത് ചെറിയ നെല്ലിക്ക കിട്ടണം. ഇത് വലിയതാണ്. ഇത് ചേന നെല്ലിക്കായ. ഇതിനെക്കാട്ടി ഇത്തിരി കൂടെ ചെറുത് കിട്ടാമെങ്കിൽ ഇതിനെക്കാട്ടി പുളിയും രുചിയും ഉണ്ട്. ഇതിന് വലിയ പുളിയില്ല. ചെറിയ നെല്ലിക്ക നോക്കി വാങ്ങിക്കണം അല്ലേ? ചെറിയ നെല്ലിക്ക കിട്ടിയാൽ നല്ലതാണ്. ഓക്കെ, കറി റെഡി.